ബോർസോയുടെ പിക്സൽ ഗോപ്രോ എന്ന് പറയുന്ന ഒരു പ്രൊജക്ടറിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണിത്. പോർട്ടബിൾ ഫുൾ HD പ്രൊജക്ടറുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഒരു പ്രൊജക്ടറാണ്. 10,000-നും 11,000-നും ഇടയിലാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. ആൻഡ്രോയിഡ് 13 OSൽ വരുന്ന ഈ ഒരു പ്രൊജക്ടറിൽ നിങ്ങൾക്ക് യൂട്യൂബും അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറും നെറ്റ്ഫ്ലിക്സും ഒക്കെ ഫുൾ HDയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ബോക്സിനുള്ളിൽ നമുക്ക് വരുന്നത് പ്രൊജക്ടറിൻ്റെ കൂടെ ഒരു പവർ കോഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിമോട്ട് വരുന്നുണ്ട്, ഒരു ഡസ്റ്റ് ക്ലീനിങ് ബെഡ് വരുന്നുണ്ട്, ഒരു ലെൻസ് ക്ലീനിങ് ക്ലോത്ത് വരുന്നുണ്ട്, ഒരു ബോർസോ കാർഡ് വരുന്നുണ്ട്, വാറണ്ടി രജിസ്ട്രേഷൻ കാർഡ് വരുന്നുണ്ട്. ഇവയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നല്ലൊരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും വളരെ മികച്ചതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റുള്ള പ്രൊജക്ടറിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വെയിറ്റും ഇതിന് തോന്നിക്കുന്നുണ്ട്. 270 ഡിഗ്രി റൊട്ടേറ്റബിൾ ഡിസൈനാണ് ഇതിന് വരുന്നത്. ഓട്ടോമാറ്റിക് പ്രൊജക്ഷൻ സെറ്റപ്പിന് വേണ്ടിയിട്ട് ലെൻസിൻ്റെ താഴെ ഒരു AI ക്യാമറ സെറ്റപ്പ് ഇതിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പോർട്ടുകൾ വരുന്നത് എൻ്റെ ഒരു സൈഡ് വശത്തായിട്ടാണ്. അവിടെ ഒരു ഫ്ലാപ്പ് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് പൊടി കയറാതിരിക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കും. ഇതിൻ്റെ താഴെ ഭാഗത്ത് നമുക്കൊരു ഡസ്റ്റ് ഫിൽറ്റർ നൽകിയിട്ടുണ്ട്. അത് സ്ക്രൂ അഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് തിരികെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു പ്രൊജക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. കാരണം പല കമ്പനികളും ഈ ഡസ്റ്റിന് വാറണ്ടി നൽകാറില്ല. ഇനി നൽകിയാൽ പോലും നിങ്ങൾ പ്രൊജക്ടറിൻ്റെ കൊറിയർ ചാർജുകളൊക്കെ വഹിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇതിൻ്റെ പിന്നിലായിട്ട് ഒരു ഓൺ ഓഫ് പുഷ് ബട്ടൺ നൽകിയിട്ടുണ്ട്, ഒരു പവർ പോർട്ട് നൽകിയിട്ടുണ്ട്, കൂടാതെ ഒരു സ്പീക്കറും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം വരുന്ന റിമോട്ടർ നല്ലൊരു പ്രീമിയം ലുക്കുള്ള ഒരു റിമോട്ടർ തന്നെയാണ്. അതിൽ ഫോക്കസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ബട്ടണുകൾക്ക് പുറമെ ധാരാളം ആപ്ലിക്കേഷനുകളുടെ ഹോട്ട് കീകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലെ മറ്റു പ്രൊജക്ടറുകളിലൊന്നും ഇല്ലാത്ത ഗൂഗിൾ അസിസ്റ്റൻറ്റും ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDMI പോർട്ടുണ്ട്, അതുപോലെ തന്നെ USB പോർട്ടുണ്ട്, ഒരു 3.5 mm ഓഡിയോ പോർട്ടുണ്ട്. 1080 പിക്സൽ നേറ്റീവിൽ വരുന്ന ഈ ഒരു പ്രൊജക്ടറിന് 6 മടങ്ങ് തെളിച്ചമുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡൈനാമിക് കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 15:1 ആണ് എന്നും കമ്പനി പറയുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 300 ഇഞ്ച് വരെ നമുക്ക് വലുപ്പമുള്ള ഒരു സ്ക്രീൻ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും. 5 വാട്ടിൻ്റെ ഒരു സ്പീക്കർ ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ത്രോ റേഷ്യോ എന്ന് പറയുന്നത് 1.25:1 ആണ്. ഈ ഒരു പ്രൊജക്ടറിന് 4K HDR സപ്പോർട്ടും ഉണ്ട്. നെറ്റ്ഫ്ലിക്സും യൂട്യൂബും ഹോട്ട്സ്റ്റാറും എല്ലാം ഫുൾ HD റെസൊല്യൂഷനിൽ നേരിട്ട് തന്നെ ഇതിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫയർ സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. കൂടാതെ നമുക്ക് USB വഴി 4K ആയിട്ടുള്ള വീഡിയോകളെല്ലാം HDയിൽ കാണാൻ സാധിക്കും. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ കൂടിയാണിത്. ഇതിൽ എല്ലാ ഓട്ടോമാറ്റിക് സെറ്റിങ്സുകളും നൽകിയിട്ടുണ്ട്. ഓട്ടോ കീ സ്റ്റോണും അതുപോലെ തന്നെ ഡിജിറ്റൽ സൂമിംഗ് ഫംഗ്ഷനും ഒക്കെ ഇതിലുണ്ട്. 50,000 മണിക്കൂർ ലാമ്പ് ലൈഫാണ് ഈ ഒരു പ്രൊജക്ടറിന് വരുന്നത്. കൂടാതെ നിങ്ങൾക്ക് ആൻഡ്രോയിഡും അതുപോലെ തന്നെ iOSും ഉപകരണങ്ങൾ വഴിയുള്ള മിററിങ്ങിന് ഇത് വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ കൂടിയാണ്. കമ്പനി ഇതിന് 1 ഇയർ വാറണ്ടിയാണ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റു പ്രൊജക്ടറുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാറണ്ടിയൊക്കെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. നല്ല കസ്റ്റമർ സർവീസൊക്കെയാണ് അവരുടേത്. 10,000 രൂപ നിരക്കിൽ നിങ്ങൾക്കിത് ആമസോണിൽ വാങ്ങാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇനി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു റിവ്യൂയും വീഡിയോ ക്വാളിറ്റിയും എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.